സവർണനം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്ന് സ്ഥാനപ്രത്യയങ്ങളുടെ സാമ്യം മൂലം മറ്റേതിന് പൊരുത്തമുള്ളതായി മാറുന്നതിനാണ് സവർണനം എന്ന് പറയുന്നത്. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്ന് സ്ഥാനപ്രത്യയങ്ങളുടെ സാമ്യം മൂലം മറ്റേതിന് പൊരുത്തമുള്ളതായി മാറുന്നു. ആദ്യ സന്ധിയിലാണ് സവർണനം നടക്കുന്നത്. സന്ധിയിൽ ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്നിൻ്റെ സ്വഭാവം പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നതിനെ സവർണനം എന്ന് നമുക്ക് പറയാം. സവർണനം 3 തരത്തിലാണ് ഉള്ളത്. പരസവർണനം. പരവർണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർണ്ണമാണ് കേട്ടോ. വർഗത്തിലേക്ക് പൂർവ്വവർണ്ണം, അതായത് ആദ്യ വർണ്ണം മാറുന്നതാകുന്നു പരസവർണനം. രണ്ടാമത്തെ വർണ്ണത്തിൻ്റെ വർഗത്തിലേക്ക് ആദ്യ വർണ്ണം മാറുന്നതാണ് പരസവർണനം. രണ്ടാമത്തെ വർണ്ണത്തിൻ്റെ വർഗത്തിലേക്ക് ആദ്യ വർണ്ണം മാറുന്നത് പരസവർണനം. വെൺ അധികം ചാമരം, വെഞ്ചാമരം എന്നത് കേട്ടോ ഉദാഹരണം. ഇനി രണ്ടാമത്തേത് പൂർവ സവർണനമാണ്. ആദ്യ വർണ്ണത്തിൻ്റെ വർഗത്തിലേക്ക് രണ്ടാമത്തെ വർണ്ണം മാറുന്നതാണ് പൂർവ സവർണനം. ആദ്യ വർണ്ണത്തിൻ്റെ വർഗത്തിലേക്ക് രണ്ടാമത്തെ വർണ്ണം മാറുന്നത് പൂർവ സവർണനം. കൺ അധികം തു, കണ്ടു എന്നത് ഉദാഹരണം. ഒരേ സന്ധിയിൽ പൂർവ സവർണനവും പരസവർണനവും ചിലപ്പോൾ വരാം. ഇതിനെയാണ് ഉഭയ സവർണനം എന്ന് പറയുന്നത്. ഉദാഹരണം മരങ്ങൾ. ഇനി ഉച്ചാരണപരമായി സൗന്ദര്യവും സൗകര്യവുമാണ് സന്ധികളുടെ അടിസ്ഥാനം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.